ശ്രീരേഖയും ശരണ്യയും ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തായിരിക്കുകയാണ്. ഒരു 100% കൺഫേംഡ് ആയ ന്യൂസ് ആണ്. അപ്പോൾ അതേക്കുറിച്ച് കൂടുതലൊക്കെ സംസാരിക്കാനുണ്ട്. അപ്പോൾ വീഡിയോ ആദ്യത്തെ കാണുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകണ്ട. പിന്നെ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ലൈക്ക് ചെയ്തതുകൊണ്ട് എൻ്റെ വീഡിയോ കുറച്ച് റീച്ച് ആവുന്നില്ല. അപ്പോൾ നിങ്ങൾ കാണുന്നവരെല്ലാവരും ലൈക്കോടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോട്ട് പോകാം. ഇന്നത്തെ ഏറ്റവും ബ്രേക്കിംഗ് ആയിട്ടുള്ള ന്യൂസ് ആണ്. ഫസ്റ്റ് തന്നെ ശരണ്യയാണ് വീടിനകത്ത് നിന്ന് പുറത്തു പോകുന്നത്. നമ്മുടെ ശ്രീരേഖ പുറത്തു പോകുന്നത് എന്തായാലും നാളത്തെ എപ്പിസോഡായിരിക്കും കാണാൻ സാധിക്കുന്നത്. എന്തായാലും ശ്രീരേഖയും ശരണ്യയും തന്നെയാണ് ഇപ്രാവശ്യം പോകുന്നത്. ഇപ്രാവശ്യം ഡബിൾ എവിക്ഷൻ ഉണ്ട്. എന്തായാലും ശരണ്യ എന്തായാലും പുറത്ത് പോയെന്നുള്ളത് 100% കൺഫേം തന്നെയാണ്. പിന്നെ ശ്രീരേഖയുടെ കാര്യം നമുക്ക് എന്തായാലും ഒരു 90% വെക്കാം. കാരണം കുറച്ച് സമയം കൂടി ഉണ്ടല്ലോ നമ്മുടെ ഷൂട്ടും കാര്യങ്ങളൊക്കെ. പക്ഷെ ഉറപ്പായിട്ടും പുറത്ത് പോകുന്നത് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. നമുക്ക് നോക്കാം എന്തായാലും കുറച്ചുകൂടെ ഇപ്പൊ നാളെ എന്തായാലും കാണാൻ പറ്റും നമ്മുടെ ശ്രീരേഖ പുറത്താണോ അതല്ലെങ്കിൽ അകത്താണോ എന്നുള്ള കാര്യം. ശരണ്യ എന്തായാലും പുറത്തായിട്ടുണ്ട്. അപ്പൊ പ്രേക്ഷകരുടെ എല്ലാവരും ആഗ്രഹം പോലെ തന്നെയാണ് ശരണ്യയും ശ്രീരേഖയും തന്നെയാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരുന്നത് പുറത്തു പോകുന്നത്. അപ്പൊ അവർ തന്നെയാണ് പുറത്തു പോകുന്നത്. പിന്നെ ഏറ്റവും വലിയൊരു വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ നന്ദനയ്ക്ക് വോട്ട് കുറവായിരിക്കും എന്നാണ് വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ നന്ദനയ്ക്ക് അത്യാവശ്യം വോട്ട് കിട്ടുന്നുണ്ട്. അതായത് അൺഒഫീഷ്യൽ വോട്ടിന്റെ കാര്യം കേട്ടോ ഞാൻ പറയുന്നത്, ഒഫീഷ്യൽ വോട്ടിന്റെ കാര്യമല്ല. അപ്പൊ അൺഒഫീഷ്യൽ വോട്ടിലൊക്കെ തന്നെ നന്ദനയ്ക്കാണെങ്കിൽ സിജോനെക്കാട്ടിയൊക്കെ മുകളിൽ വോട്ട് കിട്ടുന്നുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് അറിയത്തില്ല ഇനി. പക്ഷെ എന്തായാലും നന്ദന ഇപ്പൊ കയറി വരുന്നില്ല. ഇനി അടുത്ത ആഴ്ച ക്യാപ്റ്റനും കൂടിയല്ലേ. അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ എന്തായാലും ശ്രീരേഖയുടെയും അപ്സരയും പോട്ടെ, ശ്രീരേഖയുടെയും നമ്മുടെ ശരണ്യയുടെയും കാര്യം പറയാനാണെങ്കിൽ അവർ തന്നെയായിരുന്നു ശരിക്കും പോകേണ്ടിരുന്നത്. കാരണം ഭയങ്കരമായിട്ട് ഒട്ടും ഗെയിം കളിക്കാതെ ഇങ്ങനെ മാറി നിൽക്കുന്ന രണ്ടാൾക്കാരായിരുന്നു. ശ്രീരേഖയ്ക്ക് പിന്നെ ഒരു കാര്യത്തിൽ അഭിമാനിക്കാം. കഴിഞ്ഞ വീക്കിലെ ഏറ്റവും നല്ല പെർഫോമർ ആയിട്ടാണ് ഇപ്രാവശ്യം എന്തായാലും വീടിന് പടി ഇറങ്ങുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ സമാധാനിച്ചിട്ട് ശ്രീരേഖയ്ക്ക് എന്തായാലും വീട്ടിലോട്ട് പോകാം. പിന്നെ ഇനി വേറെ ബ്രേക്കിംഗ് ന്യൂസുകളൊന്നും ഇല്ല. ഇതാണ് ഇപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ഇപ്പം എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും എല്ലാവരും ആരാണ് ഔട്ടാകുന്നതാണ് എല്ലാവർക്കും ഒരു കൗതുകം ഉണ്ടാവുക. അപ്പൊ എന്തായാലും അതിപ്പോ ഇനി വേണ്ട, ഇവർ രണ്ടുപേരും തന്നെയാണ് ഔട്ട് ആവുന്നത്. ഇനി വേറെ എന്തെങ്കിലും ന്യൂസ് കിട്ടുകയാണെങ്കിൽ അടുത്ത വീഡിയോ വീണ്ടും വരാം. ബൈ.